അപ്പം നമ്മളിന്ന് പോണത് എടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈരാറ്റുപേട്ട കഴിഞ്ഞ് പിന്നെ തൊടുപുഴയ്ക്ക് വരുമ്പോൾ നമ്മൾ നേരെ ഇലവീഴ പൂഞ്ചിറയ്ക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ആ റോഡാണ് ഈ കാണുന്നത്. ഇവിടെ ഇല്ലിക്കൽമേടൊക്കെ ഉണ്ട്. കുറച്ചപ്പുറത്ത് പോയാൽ അതാ നമ്മളിങ്ങനെ ഇതിങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവിടെ ഇലവീഴ പൂഞ്ചിറ ഉണ്ട്. അതിൻ്റെ ഏറ്റവും ടോപ്പിൽ എവിടെ ഒരു ഫിലിമൊക്കെ ഷൂട്ട് ചെയ്ത സ്ഥലമില്ലല്ലോ. അവിടെയൊക്കെ ഒന്ന് നമുക്ക് പോവാം. പിന്നെ ഇനി കുറച്ച് വിഷ്വൽസ് ഉണ്ട്. ഇവിടെയൊക്കെ ആളുകൾ താമസിക്കുന്നുണ്ട്. കുറച്ചും കൂടെ അപ്പുറത്ത് പോയാൽ ഭയങ്കര വൈബാണ്. ഓക്കെ, ഇതിപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ കാണാം. അപ്പോൾ ഗൈസ്, നമ്മളിന്ന് വന്നിട്ടുള്ളത് എവിടെയാണ്? ഇലവീഴ പൂഞ്ചിറയാണ് കേട്ടോ. ഒരു വണ്ടി എടുക്കാൻ വേണ്ടിയിട്ട് കോട്ടയം വന്നപ്പോൾ നേരെ നമ്മളെ ഈരാറ്റുപേട്ടയിൽ നിന്ന് തൊടുപുഴയ്ക്ക് പോണ റൂട്ടിൽ ഇലവീഴ പൂഞ്ചിറയ്ക്കാണ് വന്നിട്ടുള്ളത്. ഇലവീഴ പൂഞ്ചിറ ആസ്പദമാക്കിയിട്ടൊരു ഫിലിമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ പലരും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അത് ഷൂട്ട് ചെയ്ത സ്ഥലമാണ് ആ കാണുന്ന ഏറ്റവും ടോപ്പിൽ. അവിടേക്കാണ് നമ്മൾ എന്ത് ചെയ്യാനുള്ളത്, കയറി പോകാനുള്ളത്. അപ്പോൾ നമ്മൾ കയറി വരുന്ന പോയിന്റിൽ തന്നെ എന്തുണ്ട്, ഒരുപാട് ജീപ്പ് സവാരികളുണ്ട്. അത് ഷെയർ ചെയ്തെടുക്കാം. നമ്മളെക്കൊണ്ട് ട്രക്ക് ചെയ്തിങ്ങനെ പതുക്കെ കയറി പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പോയിന്റുകൾ കണ്ടിട്ട് പതുക്കെ ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് കൂടെ ആളുകളുണ്ടെങ്കിൽ ഇങ്ങനെ കയറി പോകുമ്പോൾ നമ്മൾ അറിയില്ല. അല്ലാത്തപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നടക്കാൻ പറ്റാത്തവരൊക്കെ ആണെങ്കിൽ ജീപ്പ് വിളിച്ച് പോകണം. അത്യാവശ്യം പൈസ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യാണ്, നടന്ന് പോവാണ്. അപ്പോൾ നേരെ നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. അപ്പോൾ അതാ നമ്മളിങ്ങനെ നേരത്തെ പറഞ്ഞവരൊക്കെ ഇങ്ങനെ കയറി പോകാണ് കേട്ടോ. നമ്മൾ ഈ കയറി വരുന്ന സ്ഥലങ്ങളിൽ ഒരുപാട് വ്യൂ പോയിൻ്റ് ഉണ്ട്. ഈ നമ്മൾ കയറി വരുന്ന ആ കാണുന്ന കുണ്ടിലാണ് നമ്മൾ പറഞ്ഞ മറ്റേ ഇലവീഴ പൂഞ്ചിറ ഉള്ളത്. അത് കാണിച്ചു തരാം. പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ അപ്പുറത്ത് എന്തുണ്ട്, നമ്മൾ ഇടുക്കി ഡാമിലേക്കൊക്കെ ഡാം ചെയ്ത് വെച്ചിട്ട് അതിൻ്റെ വൃഷ്ടി പ്രദേശങ്ങളൊക്കെ ഇതിൻ്റെ താഴെയാണ്. പിന്നെ നമ്മൾ വെള്ളം സ്റ്റോർ ചെയ്യുന്ന സ്ഥലങ്ങളൊക്കെ. പിന്നെ ഇവിടെ ഒരുപാട് ഇതാ കുന്നുമ്മൽ, ഇത് മൊത്തം കുന്നുമ്മലാണ്. സൂപ്പറായിട്ട് കാണാം. പിന്നെ ഇപ്പോൾ ഈ കാലവർഷത്തിൽ ഇവിടെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ചെറിയ മാറ്റങ്ങൾ. അതൊക്കെ ഞങ്ങൾ കുറച്ച് മുമ്പ് ഒരു വട്ടം ഇവിടെ വന്നായിരുന്നു. അതിൽ നിന്ന് ഒരുപാട് മാറിയിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ഇതെല്ലാവർക്കും വരണ്ടി കാണേണ്ട ഒരു എക്സ്പെരിമെൻ്റാണ്. സംഭവം വളരെ സിമ്പിളാണ്. നമ്മൾ ഈരാറ്റുപേട്ടയിൽ നിന്ന് തൊടുപുഴയ്ക്ക് പോകുന്ന റൂട്ട്, അല്ലെങ്കിൽ തൊടുപുഴയിൽ നിന്ന് ഈരാറ്റുപേട്ടയ്ക്ക് പോകുന്ന റൂട്ടിൽ നമ്മൾ ഇലവീഴ പൂഞ്ചിറ ആ മെയിൻ റോട്ടിൽ നിന്ന് ജസ്റ്റ് കുറച്ചുള്ളൂ കയറി വരാൻ. നല്ല റോഡാണ് കേട്ടോ. അതും കൂടെ പറഞ്ഞുതരാം. ഓക്കെ, ടോപ്പ് ചെന്നിട്ട് അടുത്തത് കാണിക്കാം. വെജ എല്ലാം കയറാണ്ടിട്ടാ. ഇതിൽ കൂടെയൊക്കെ ജീപ്പ് തന്നെ കയറുള്ളൂ. നമ്മളെ മഞ്ഞളൊന്നും കയറൂല. റൈഡിങ് ബൈക്കുകൾ കയറും, ജീപ്പ് കയറും. പിന്നെ നമ്മൾ ആ കാണുന്നതാണ് ഇലവീഴ പൂഞ്ചിറ. അതിൻ്റെ അടുത്ത് പോയിട്ടുള്ള ഷോട്ട് എടുത്ത് തരാം. അതിന് തൊട്ടപ്പുറത്ത് ഇതേപോലെ ഒരു തടാകം കാണുന്നുണ്ട്. അതും ഇതുമായിട്ടൊരു കണക്ഷൻ ഉണ്ട് എന്നാണ് കുറച്ച് മുമ്പേ ഒരു ലോക്കൽസ് ഇവിടെ വന്നപ്പോൾ പറഞ്ഞത്. എന്തെങ്കിലും മാറ്റങ്ങളുണ്ടെങ്കിൽ വീഡിയോ കാണുന്നവരുണ്ടെങ്കിലൊക്കെ ഒന്ന് അറിയിക്കുക. ആ വരുന്ന വഴിയാണ് നമ്മൾ താഴേന്ന് വരുന്ന മെയിൻ റോഡ് കേട്ടോ. അതാണ് ഇലവീഴ പൂഞ്ചിറ. എന്തുകൊണ്ടാണ് ഇലവീഴ പൂഞ്ചിറ എന്ന് പേര് പറയാൻ കാരണം, ആ ചിറയിലേക്ക് ഇലകളൊന്നും വീഴില്ല എന്നതുകൊണ്ടാണ് അതിന് ഇലവീഴ പൂഞ്ചിറ എന്നുള്ള പേര് വന്നിട്ടുള്ളത്. അപ്പോൾ അതിന് അടുത്ത് പോയിട്ടുള്ള ഷോർട്സുകളും എന്ത് ചെയ്തുതരാം, എടുത്തു തരാം. നമ്മളൊക്കെ ജീവിതത്തിൽ ഒരു വട്ടം വന്നിരിക്കേണ്ട സ്ഥലമാണ്. ഇപ്പോൾ അത്യാവശ്യം കുറച്ച് പിന്നെ വെളിച്ചമുള്ള ടൈമാണെങ്കിലും മഴക്കാലത്ത് ഇവിടെ അത്യാവശ്യം നല്ല തണുപ്പാണ് കേട്ടോ. നമ്മളിങ്ങനെ വെയിലടിക്കുന്നുണ്ടെങ്കിലും അത് നല്ല തണുത്ത കാറ്റ് ഉള്ളതുകൊണ്ട് അതൊന്നും അറിയുന്നില്ല നമ്മൾ. ഇത് കൂടെ വന്ന ആൾക്കാർ നല്ല വീഡിയോയും ഫോട്ടോ എടുക്കലാണ് കേട്ടോ. സാക്യ, ഞാൻ നേരത്തെ പറഞ്ഞു നമ്മളിതാ ആ കാണുന്ന ആ വെള്ള ഒരു കുത്ത് കാണുന്ന സ്ഥലം ഉണ്ടല്ലോ, അവിടെ നിന്ന് കണ്ട് നടന്നു പോകുന്നു. അപ്പോഴും എത്തിയിട്ടില്ല. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ അതിൻ്റെ അപ്പുറത്തെ ഡാമിൻ്റെ വൃഷ്ടി പ്രദേശങ്ങൾ ഇതാ കാണുന്നു. ഏറ്റവും താഴെ ജലസംഭരണി, ആ വളഞ്ഞ് പൊളഞ്ഞ് കിടക്കുന്ന ചാലുകളിൽ മൊത്തം വെള്ളമാണ്. ഇതാ നമുക്കിഞ്ഞി പോകാനുള്ളത് ആ കാണുന്ന ഏറ്റവും ടോപ്പ് കാരണം കേട്ടോ. പലരോടും ചോദിച്ചു ഇതെന്താണ് ഈ സംഭവം എന്ന്. ഇത് മിന്നലിന് 1.5 കിലോമീറ്റർ ചുറ്റളവിലുള്ള മിന്നലിനൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സർക്കാർ സ്ഥാപിച്ചിട്ടുള്ള ഒരു സെറ്റപ്പാണ്. ഇതിങ്ങനെ ഈ കമ്പിയിൽ നിന്ന് കണക്ഷൻ കൊടുത്ത് ഇങ്ങനെ
ഏറ്റവും ടോപ്പിലേക്ക് പോയിട്ട് അവിടെ നിന്ന് കണ്ട് നേരെ താഴേക്ക് വരുന്നത്. അപ്പോൾ നമ്മൾ ഏറ്റവും താഴെ നിന്ന് ടോപ്പിലെത്തി. എൻ്റെ ഈ പുറകിൽ കാണുന്ന ഈ ഒരു ലൊക്കേഷൻ കണ്ടാൽ നമുക്കറിയാം ആ ഫിലിമിൽ ഒരുപാട് തവണ കാണിച്ചിട്ടുള്ളതും കഥകളെ മെയിൻ കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു ഏരിയയാണ് ഈ ഒരു സ്ഥലം. പക്ഷേ ഇതിപ്പോൾ ആകെ നശിപ്പിച്ചിരിക്കുകയാണ്. തൊട്ടപ്പുറത്ത് പോലീസിൻ്റെ വയർലെസ് സ്റ്റേഷൻ ഉണ്ട്. അപ്പോൾ അവിടേക്ക് നമ്മൾ കടക്കാൻ പാടില്ല, പിന്നെ റെസ്ട്രിക്റ്റഡ് ആണ്. പിന്നെ ഇങ്ങോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഈ മിന്നലിനെ തടയാനുള്ള ഒരു പ്രിവെൻഷനാണ് ഈ കാണുന്നത്. ഇതിങ്ങോട്ട് ഏറ്റവും താഴേന്ന് മുകൾക്കുണ്ട്. ഈ മുകളിൽ നിന്ന് പിന്നീട് അത് താഴേക്കും എന്ത് ചെയ്യുന്നുണ്ട്, പോകുന്നുണ്ട്. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല സൂപ്പർ എക്സ്പെരിമെൻ്റ് ആണ്. ആ കാണുന്നത് നോക്കി നമ്മളെ ഇതൊക്കെ ഇതിൻ്റെ എന്താണ് നമ്മളെ ഡാമിൻ്റെ വൃഷ്ടി പ്രദേശങ്ങളും അതോടൊപ്പം നമ്മളെ പിന്നെ ജലം സ്റ്റോർ ചെയ്യുന്ന ഭാഗങ്ങളൊക്കെയാണ്. ഇവിടെ നിന്ന് നല്ല കിടിലം വ്യൂ ആണ്. പിന്നെ അതേപോലെ തന്നെ കുറച്ചും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ കോടിറങ്ങും. ഈ കോടിറങ്ങുന്ന സമയത്ത് ഒരു പ്രത്യേക തര ഒരു കാലാവസ്ഥയാണ് ഇവിടെ. നല്ല രസമായിരിക്കും. പിന്നെ അതോടൊപ്പം തന്നെ നമ്മൾ നേരത്തെ അവിടുന്ന് കയറി വന്ന സ്ഥലങ്ങളാണ് അതാ കാണുന്ന ആ റോഡും അതിനപ്പുറത്ത് ഇലവീഴ പൂഞ്ചിറി, പിന്നെ അപ്പുറത്ത് ചെറിയ തോടുകളും കൈവഴികളും ചെറിയ കുഞ്ഞു വെള്ളച്ചാലുകളൊക്കെ ഉണ്ട്. സംഭവം അടിപൊളിയാണ്. അപ്പോൾ ഇവിടെ വന്ന ഈ സമയത്ത് കൂടുതൽ ആളുകളില്ല. ഇനി ആളുകളിലൊക്കെ വരാൻ പോകുന്നൊരു സമയമായിട്ടുള്ളൂ. ഇപ്പോൾ ഏകദേശം 5 മണി ആയിട്ടുള്ളൂ. അപ്പോൾ കുറച്ചും കൂടെ കഴിഞ്ഞാലാണ് കൂടുതൽ ആളുകൾ ഇവിടേക്ക് വരിക. താഴെ എന്ത് ചെയ്യുന്നുണ്ട്, ജീപ്പ് സർവീസ് ഉണ്ട്. നടന്ന് കയറാൻ പറ്റുന്നവർ മാത്രം എന്ത് ചെയ്യുക, നടന്ന് കയറുക, അല്ലാത്തൊരു ജീപ്പിന് കയറുക, അല്ലെങ്കിൽ നമ്മളെ പകുതി വെച്ചിട്ട് തന്നെ അങ്ങനെ തന്നെ ഇറങ്ങിപ്പോണ്ടി. ഇലവീഴ പൂഞ്ചിറൻ്റെ ഏറ്റവും ടോപ്പിൽ പോയിട്ടേ ആ വ്യൂ പോയിന്റിൽ പോയിട്ട് ഇതാ ഇറങ്ങി വരികയാണ്. ആ കയറിയ ഉസാറൊന്നും ഇല്ല ഇങ്ങോട്ട് ഇറങ്ങുമ്പോൾ. അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ആ കാണുന്ന ആ പോയിൻ്റൊക്കെ ഇവിടുന്ന് ഇത്രയും ലോങ്ങിൽ നിന്ന് കാണുന്നുണ്ട്. അവർക്കൊക്കെ എങ്ങനെ പോകാമെന്നറിയില്ല. പക്ഷെ നല്ല രസമുണ്ട് ഇവിടുന്ന് നോക്കുമ്പോൾ. ഇങ്ങോട്ട് ഇവിടേക്ക് ഈ കുന്നിൻ്റെ ഈ സൈഡിലേക്ക് നോക്കുമ്പോൾ ജനങ്ങളെ താമസം അതുപോലെ തന്നെ വീടുകളൊക്കെ വളരെ കുറവാണ്. പക്ഷേ ഇതിൻ്റെ ഏറ്റവും താഴേക്ക് നോക്കുമ്പോൾ ചെറിയ പൊട്ടുകളായിട്ട് എന്തുണ്ട്, ഒരുപാട് വീടുകളുണ്ട്, ആൾതാമസമുണ്ട്. അതിൻ്റെ ഇടയിൽ അപ്പോൾ നമ്മളെ വെള്ളം തട്ടി നിർത്തിയിരിക്കുന്ന തടയണങ്ങൾ, ചെറിയ തടയണങ്ങളും അതോടൊപ്പം തന്നെ നമ്മളെ ഡാമിൻ്റെ വൃഷ്ടി പ്രദേശങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാം, ജലസംഭരണികൾ. കുറച്ച് ദിവസമായിട്ട് ഇടുക്കിയിൽ മഴ കുറവാന്ന് തോന്നുന്നുണ്ട്. അത്യാവശ്യം നല്ല ഒരു ക്ലൈമറ്റാണ് ഇവിടെ. പിന്നെ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സമയത്ത് ക്രൗഡ് വളരെ കുറവാണ്. കാരണം ഇന്ന് വ്യാഴാഴ്ചയാണ്. വീക്കെൻഡ് ശനി പിന്നെ ഞായർ ദിവസങ്ങളിലൊക്കെ ഭയങ്കര തിരക്കായിരിക്കും. പിന്നെ അതിൻ്റെ താഴെ ഒരുപാട് ചെറിയ കച്ചവടക്കാരുണ്ട്. പിന്നെ റിസോർട്ടുകളൊക്കെ വളരെ കുറവാണ് കേട്ടോ. ഹോട്ടലുകളും കുറവാണ്. പിന്നെ നിൽക്കുന്ന മലനിരകളും ഇവിടെ നിൽക്കുന്ന കാറ്റൊക്കെയാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. പിന്നെ തീർച്ചയായും പിന്നെ ജീവിതത്തിലൊരു വട്ടെങ്കിലും അന്ന് കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണിത്. ഓക്കെ, ഞങ്ങളിങ്ങനെ തിന്നണ നോക്കിയിട്ടേ ഇക്കട മറ്റാൾക്ക് 10 റുപ്യൻ്റെ ബിസ്ക്കറ്റ് കൊടുത്ത് വീഡിയോ എടുത്തിട്ടാ നമ്മളിഞ്ഞ് കറക്റ്റ് പൂഞ്ചിറയിലേക്ക് പോകട്ടോ. അത് അവിടെ നിന്ന് നമ്മൾ ആദ്യം അങ്ങോട്ട് പോയിട്ട് ഇറങ്ങി വന്നിട്ട് വണ്ടി അവിടെ സൈഡാക്കി എന്താ ഈ വഴി കൂടെയാണ് പോവുക. നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി 2 സൈഡിലും ചാലാണ്, ചെറിയ ഉറവകളൊക്കെ ആയിട്ട് വെള്ളം ഇങ്ങനെ പോകുന്നുണ്ട്. ഈ വഴിയിലൂടെയാണ് എന്ത് ചെയ്യുക, നമ്മൾ പൂഞ്ചിറയിലേക്ക് പോവാം. ഓക്കെ, ഇവിടെ അങ്ങനെയുള്ള ചെറിയ അരുവികളൊക്കെ കാണൂട്ടാ. ഏതാ ഐസ് നിർത്ത വെള്ളം. തോർത്തിനുണ്ടെങ്കിൽ ഇറക്കി കുളിച്ചായിരുന്നു. ഈ പുറകിൽ കാണുന്ന ബോർഡ് ഉണ്ടല്ലോ, അമൃത് സരോവർ കുടിവെള്ളം. അപ്പോൾ നമ്മളെ ജലാശയത്തിൽ ഇറങ്ങുകയോ മലിനപ്പെടുത്തുകയോ ചെയ്യരുത്. സെക്രട്ടറി മേലുകാവ് ഗ്രാമപഞ്ചായത്ത്. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞെന്ത്, ഇലവീഴ പൂഞ്ചിറ. അപ്പോൾ
ആ ചെറിയ അരുവികളൊക്കെ ദാ ഈ സൈഡിലേക്കൂടെ ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ട്. പിന്നെ നമ്മൾക്ക് ഇവിടെ നിന്നാൽ എന്ത് ചെയ്യാൻ പറ്റും, ചുറ്റുഭാഗം ഉറവ പിടിച്ച് ഈ വെള്ളം നേരെ എന്ത് ചെയ്യാണ് ഈ ജലാശയത്തിലോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇതിലേക്ക് ഇറങ്ങാനോ കുളിക്കാനൊന്നും പാടില്ല. പിന്നെ മത്സ്യസമ്പത്തുണ്ട്, മത്സ്യത്തെ പിടിക്കാനും പാടില്ല. പിന്നെ അത് കണ്ടു കഴിഞ്ഞാലൊക്കെ പിന്നെ ശിക്ഷാർഹമാണ്. പിന്നെ അതേപോലെ തന്നെ നേരത്തെ നമ്മൾ അപ്പുറം കാണിച്ച ഒരു തടാകമുണ്ട്, ആ തടാകവും ഇതുമായിട്ടൊരു ബന്ധമുണ്ട്. അതിൻ്റെ ഒരു കെട്ടാണ് അതെന്നാണ് പറയാൻ കഴിഞ്ഞത് ആ കാണുന്നത്. പിന്നെ നമ്മളിതിൽ ഒരുപാട് കാര്യങ്ങൾ ഇവിടുന്ന് കിട്ടിയ വിവരമനുസരിച്ച് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കറിയാവുന്ന വിവരങ്ങളുണ്ടെങ്കിൽ വീഡിയോൻ്റെ ഇടയിൽ കമൻസിൽ അറിയിക്കുക. എനിക്ക് ഇവിടുന്ന് കിട്ടിയതും നമ്മൾ കണ്ടിട്ട് അറിഞ്ഞ കാര്യങ്ങളുമാണ് നിങ്ങൾക്ക് മുന്നിൽ ഷെയർ ചെയ്യണം കേട്ടോ. സംഭവം അടിപൊളിയാണ്. 4 ഭാഗത്തുനിന്ന് ഉറവ വന്നിട്ട് ഇതിലിങ്ങനെ ചാടിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതിലേക്ക് ഇറങ്ങാനും ചെയ്യാനൊന്നും പാടില്ല. അത് നമ്മൾ പുറമേയുള്ള ആളുകളാണ്, എങ്ങനെ എന്താണെന്നും നമുക്കറിയില്ല. ജസ്റ്റ് നിങ്ങൾക്ക് കാണാം. ഇപ്പോൾ ഇതിൽ തന്നെ കണ്ടില്ല ഇലവീഴ പൂഞ്ചിറ, എന്തെങ്കിലും മരോ കാര്യങ്ങളോ ഇതിൻ്റെ അടുത്തുണ്ടോ? അതിലേക്കൊരു ഇല പോലും വീഴില്ല. മൊത്തം കാട് പിടിച്ച് കിടക്കുന്നുണ്ട്. ആ ചെറിയ പുല്ലുകളുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മരങ്ങളോ അല്ലെങ്കിൽ വലിയ വലിയ പടുമരങ്ങളൊന്നും ഇതിൻ്റെ അടുത്തില്ല. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഇലകളോ കാര്യങ്ങളോ ഒന്നും ഇതിലേക്ക് വീഴില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇതിന് ഇലവീഴ പൂഞ്ചിറ എന്ന് പേര് വരാൻ ഉണ്ടായ കാരണം എന്നാണ് നമ്മൾ അറിയാൻ കഴിഞ്ഞത് കേട്ടോ. അപ്പോൾ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മളറിയാവുന്ന കാര്യങ്ങൾ കുഞ്ഞ് ഷെയർ ചെയ്തതെന്നാണ് വിചാരിക്കുന്നത്. അഭിപ്രായങ്ങളൊക്കെ കമൻസിൽ അറിയിക്കുക. ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഓക്കെ, ഗുഡ് ബൈ.